എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എല്ലാവരും ഓണാഘോഷമൊക്കെ ഇവിടെ വരെയായി. വീഡിയോ കാണുമ്പോഴേക്കും ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മള് ഓണം ആഘോഷം തുടങ്ങി, പക്ഷെ നല്ല മഴയാണ് കേട്ടോ. ഇന്നും നല്ല മഴയിലാണുള്ളത്. പൂക്കൾ ഇടാൻ പോവുകയാണ്. സദ്യന്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. അവിയലായി, സാമ്പാറായി, ഓലനായി, കൂട്ടുകറി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങളായി വരുന്നുണ്ട്. സമയം അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ വേഗം കിച്ചൺ പണി വേഗം തീർത്തിട്ട് പിന്നെ പൂക്കൾ ഇടാനല്ലാന്നേ നോക്കല്. എന്നാ നോക്കുന്നേ ചേച്ചി? പൂക്കളിടണ്ടേ? ചേച്ചി പൂക്കളിടാൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ആരാ ഇന്നലെ പൂക്കൾ ഫുള്ള് പറിച്ചിട്ടെ? കൂടുതൽ ആരാ പറിച്ചിട്ടെ? ഇച്ചല്ലേ? സ്വന്തം പേര് പറയാൻ ഒരു മടി നീച്ചു. ബാക്കി പൂക്കളെല്ലാം ഇന്നലെ പറിച്ചിട്ടില്ലേ? റോസ് മാത്രം കിട്ടിയിട്ടില്ല. അത് നടുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് വെച്ചതാണേ. ഡിസൈനും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നോക്കി വെച്ചിട്ടൊന്നുമില്ലേ. ഏകദേശം അപ്പം തോന്നുന്ന പോലെ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കല്യാണം കഴിഞ്ഞ ആദ്യക്കില്ല 1-2 വർഷമൊക്കെ നമ്മൾ തലേന്നേ ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ച് അടുത്ത ദിവസം പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു. ഇപ്പം പിന്നെ എല്ലാം കൂടെ സമയം കിട്ടുന്നില്ല, വാവകളും എല്ലാം ആയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ തോന്നിയ പോലെ അങ്ങനെ ഇടാന്ന് വെച്ചിട്ട് ഏകദേശം ഒരു ഡിസൈൻ അങ്ങനെ വരച്ചതാണ് കേട്ടോ. പൂവെല്ലാം തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ കിച്ചണിലായാലും എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ തലേന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. പച്ചക്കറി മുറിക്കലും തേങ്ങ ചിരണ്ടി വെക്കലും അതുപോലെ തന്നെ വെളുത്തുള്ളി നേരെയാക്കി വെക്കലും എല്ലാം സെറ്റാക്കിയതുകൊണ്ട് എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. ചിത്രം വരയിൽ ഞാൻ ഭയങ്കര വീക്കാണ്. വെറുതെ ഒരു വര വരച്ചാൽ തന്നെ അത് വളഞ്ഞു പോകും. അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഏട്ടൻ അത്യാവശ്യം വരക്കൂട്ടാ നല്ലോണം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു റൗണ്ട് ആയാലും ചെറിയ സിമ്പിളായിട്ടുള്ള പൂക്കളായാലും ഏട്ടൻ്റെ ഒരു ഐഡിയയിലാണ് അങ്ങനെ ഇടുന്നത്. കലാബോധം എനിക്ക് ഈ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഏട്ടൻ്റെ ഐഡിയ കണക്കാക്കിയിട്ട് ഇടുന്നത്. കളറിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്, പക്ഷേ വരക്കാനും പിടിക്കാനൊന്നും അത്ര വശമില്ല. പിന്നെ ഈ വർഷം മെയിനായിട്ട് നമ്മൾ പൂക്കൾ ഇടാന്ന് തീരുമാനിച്ച് തന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോളിപ്പം കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് അതിനെല്ലാം വരെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഓണം എന്താണ്, ഓണം സെലിബ്രേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കൾ ഇടാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ കുഞ്ഞു പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരു കുട്ടി പൂക്കളം യാമിക്കുട്ടി എണീക്കുന്നതിന് മുന്നേ ആയിട്ട് തീർത്ത് വെച്ചതാണ്. പൂ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, എന്നാലും കുറച്ച് പൂക്കൾ ബാക്കി ഉണ്ടായിന്. അതൊക്കെ ഒരു സഞ്ചിയിലാക്കി വെക്കുന്നുണ്ട് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അവിടെ ഉണ്ടല്ലേ ചേച്ചി ഇട്ടതാ? ആ ചേച്ചി ഒറ്റക്ക് ഇട്ടത്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞാൻ കാണിച്ചു തരാലോ. അറിയാമോ? ഹായ് പൂ ഇട്ടായിനാ? ഇഷ്ട എന്റെ അമ്മേ. തൊട്ടൂടാ തൊട്ടൂടാ ചവിട്ടാൻ നോക്കുന്നു കള്ളി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇച്ചേ പോവാ? എവിടെയാ പോന്നേ? വലിയനെ കൂട്ടണ്ടേ? രണ്ടാളും പറയാ. വെളിച്ചനെയും വലിയനെയും നമ്മൾ കൂട്ടിയിട്ട് വരേ. യാമിക്കുട്ടി ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, നിച്ചു ചേച്ചീൻ്റെ ഡ്രസ്സാണ് അല്ലേ ഇച്ചുസേ? നിച്ചുട്ടീൻ്റെ ഈ ഒരു പ്രായത്തിലുണ്ടാകുമ്പോൾ തക്കോട് പഠിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്. അതിപ്പോൾ യാമിക്കുട്ടിക്ക് ഉപകാരമായി. നല്ലുണ്ട്. ശരിക്കും രാവിലെ ഞാൻ നല്ല മഴയാന്ന് പറഞ്ഞല്ലോ, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല കാലാവസ്ഥയായിട്ട് അതെന്തായാലും ഒരു അനുഗ്രഹമായി ഓണത്തിന്റെ ദിവസം. പക്ഷെ ഉത്രാടത്തിന് മഴയായിരുന്നു, എന്നാലും ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി വേണം പറഞ്ഞോ. ഹാപ്പി ആണോ? പോവാം നമുക്ക്. അതിനോർക്കം വന്നടാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. തിരുവോണ ദിവസം ഈ ഒരു സമയമാകുമ്പോൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങലില്ല, എവിടെയും പോക്കൊന്നും ഉണ്ടാവില്ല സാധാരണ. പക്ഷെ ഇന്ന് അവർ വരുന്നതുകൊണ്ട് ഈ ഒരു സമയം ഒരു ഔട്ടിങ്ങും കൂടിയായി. പിന്നെ നമ്മുടെ കിച്ചൺ പണിയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പായസം ഉണ്ടാക്കുന്നുണ്ട്, സേമിയ പായസമാണ്. അത് അമ്മ അവിടെ ആക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വേഗം കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. ആദ്യം ടിക്കറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്നാണ് ടിക്കറ്റ് കിട്ടിയിട്ട് അങ്ങനെ വന്നത് കേട്ടോ. റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് വണ്ടികളൊക്കെ
പോകുന്നുണ്ട്. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലൂടെ പോയപ്പോൾ ഉണ്ടല്ലോ കുറേ ഡ്രസ്സൊക്കെ ഇന്ന് വിൽക്കുന്നുണ്ട്. ഇന്നലെ തലേ ദിവസം ഉത്രാടായതുകൊണ്ട് അവർക്ക് നല്ല അടിയായിരിക്കും. എന്ന് വെച്ചാൽ തെരുവ് കച്ചവടക്കാർക്കൊന്നും വിൽക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല, കുറച്ച് ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ, സമയം ആയിട്ടില്ല, 11:40 ആയിട്ടുള്ളൂ. 12 മണിക്കാണ് എത്തുക. വന്ദേ ഭാരതിനാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ടിക്കറ്റ് കിട്ടിയോണ്ട് അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ്. അപ്പം ഇന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഹാപ്പിയായി. ഓണത്തിൻ്റെ ദിവസം എല്ലാവരും ഉണ്ടാവണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒപ്പരായി. ആരെയാ കാത്തിക്കുന്ന യാമി? ഇവിടെ ഫുള്ള് പണി നടക്കുവേനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ. അതുകൊണ്ട് ഫുള്ള് എൻട്രൻസിലൊന്നും ഒന്നുമില്ല, എല്ലാം പൊളിച്ചിട്ടിട്ടുള്ളത്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ യാമിക്കുട്ടി കരയാൻ വേണ്ടി തുടങ്ങിയ. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ വെള്ളം കുപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് തുറന്നിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വാശി പിടിച്ച് കരയുന്നത്. എൻ്റെ ഈ ഡ്രസ്സ് എൻ്റെ ഇപ്പോൾ ഓണത്തിൻ്റെ യൂണിഫോമാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഓണത്തിന് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇടല് തോന്നുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നിച്ചൂട്ടി പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടൂല കേട്ടോ, ഭയങ്കര മടിയാണ് നിച്ചൂന് ഇടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പരിപാടി ഉണ്ടായപ്പോൾ ആ പട്ടുപാവാട എങ്ങനെയോ ഇടിപ്പിച്ചതാണ്. പിന്നെ ഇത് എനിക്ക് എന്തായാലും പൂക്കളുള്ള ഡ്രസ്സ് ഇത് മാത്രമേ ഞാൻ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. ഹാപ്പി ഓണം. മെല്ലെ മെല്ലെ തിരക്കാക്കണ്ട. വിളിച്ച ഹാപ്പി ഓണം. വിളിച്ചത് കാണുന്നില്ല. ഹാപ്പി ഓണം. ഒരു ഷൂ കൊടുത്തു. ഒന്നാള് അത് കാലിലുണ്ട്. വേണ്ടേ എന്നാണ് ഏത് എന്നാ വണ്ടിയെല്ലാം കാണുന്ന അതന്നെ ഇപ്പോഴേ തുറക്കാൻ. അല്ല സ്കോർപ്പിയോ ഇല്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിന്റെ അന്നാ വീട്ടിലെത്തി. ഓണത്തിന്റെ അന്ന് വന്ന് അതാ. പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി. അച്ഛനും അമ്മയും കാത്ത് നിൽക്കുന്നുണ്ടായിട്ട് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെത്തി ഹാപ്പിയായി. അപ്പോഴേക്കും ഏകദേശം 12:45 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ലഞ്ച് കഴിക്കേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇലയൊക്കെ മുറിച്ചിട്ട് സെറ്റായിട്ട് കാത്ത് നിൽക്കുന്നുണ്ടായിനെ. അപ്പോൾ കയ്യോടെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് കറികളൊക്കെ വിളമ്പി വെക്കാൻ നമുക്ക് ടേബിളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാണ്. അവിയലുണ്ട്. നമ്മൾ എന്തൊക്കെ കറി ഉണ്ടാക്കിയെന്നറിയോ? അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പച്ചടി, ഓലൻ, വറവ്, ക്യാബേജ് തോരൻ, ഇത്രയും. പിന്നെ നാരങ്ങക്കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ മുന്നേ ആക്കി വെച്ചത്. അപ്പോൾ ഇത്രയും കറികളാണ് നമുക്കുണ്ടായത്. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കറികളും ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇല വെച്ച് കറികളൊക്കെ വിളമ്പുന്നുണ്ട്. എല്ലാവരും ഓരോരാളായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യാമിക്കുട്ടീൻ്റെ 2ാമത്തെ ഓണമാണിത്. പക്ഷേ ഓണത്തിന് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ഓണമാകുമ്പോഴേക്ക് യാമിക്കുട്ടി ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒരു 3-4-5 മാസത്തിനുള്ളിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓണസദ്യ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഫുഡ് കഴിക്കുന്ന ആദ്യത്തെ ഓണമാണ് കേട്ടോ യാമിക്കുട്ടീൻ്റെ. നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അവരും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാവുമായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി എത്തിയപ്പോൾ ഫുഡ് കഴിക്കൽ മെയിനായിട്ട് നമ്മൾ ഈ ഓണം, വിഷു ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ടേബിളിൽ എല്ലാവരും ചുറ്റിലും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും അത് ഓരോരോ സമയത്ത് അവരവരുടെ സമയത്ത് അല്ലെങ്കിൽ ഹാളിലിരുന്ന് അടുക്കളയിലിരുന്നൊക്കെയാണ് കഴിക്കൽ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട്. ഫുഡൊക്കെ കഴിച്ച് മുറ്റത്തേക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ്. അപ്പോഴേക്ക് യാമിക്കുട്ടി ഇതാ പൂക്കളൊക്കെ കൊളാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇതും ഒരു രസമാണല്ലോ അല്ലേ, കുഞ്ഞുമക്കൾ ഇങ്ങനെ പൂക്കളൊക്കെ വാരി കളയുന്നതും കാണാനൊരു രസമാണ്. അതുകൊണ്ട് പിന്നെ മുറ്റത്തെ പൂക്കൾ നമ്മൾ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ട് കൊടുത്ത് കുറേ നേരം വാരി കളിച്ചിട്ട് അതിനെക്കൊണ്ട് ഞാനൊന്ന് വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ടേ. എനിക്ക് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഡ്രസ്സ് തന്നെ ഇട്ടെടുക്കാൻ പോകുമ്പോൾ യാമി ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ മേത്ത് കറിയാക്കി, നല്ല അവിയലിൻ്റെ മഞ്ഞ കറിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊളായി. അതുകൊണ്ട് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടേ. ഈ ഒരു ധാവണിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇടുന്നത്. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇതിനിടക്ക് ഇട്ടിട്ടുണ്ടായിനി. പിന്നെ ഓണത്തിന് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി, പക്ഷേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല കളർ കോമ്പിനേഷൻ അല്ല, ഞാൻ പണ്ടേ നോക്കി വെച്ച കളർ കോമ്പിനേഷനാണ്. യാമിക്കുട്ടി പൂക്കളൊക്കെ അത് അവിടെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ വേഗം ആ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓണം വിശേഷം ഇത്രയൊക്കെ ഇല്ലയോ, കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, പുറത്ത് പോകുന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഏതായാലും നല്ല കളിക്കുന്ന മൂഡിലൊക്കെയാണ്. നമ്മളിവിടെ എല്ലാം വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.